സൈഫ്, വിലാപയാത്ര അല്പസമയത്തിനകം തുടങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയായിരിക്കും ആ വിലാപയാത്രയെ അനുഗമിക്കുക എന്ന് വെച്ചാൽ നേതാക്കളായിട്ട് മന്ത്രിമാരടക്കമുള്ള ഏതൊക്കെ പ്രമുഖർ അദ്ദേഹത്തെ അനുഗമിക്കും? ആലപ്പുഴ വരെ എങ്ങനെയായിരിക്കും ആ വിലാപയാത്ര കടന്നു പോവുക? 19ഓളം ഇടങ്ങളിൽ നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇതൊക്കെയാണ് ഇടങ്ങൾ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ വിലാപയാത്രയുടെ ഭാഗമായി അടക്കമുള്ള നേതാക്കൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് ആലപ്പുഴ മന്ത്രിമാരടക്കമുള്ളവർ ഈ നിർദ്ദേശത്തിൽ അനുഗമിക്കുന്നുണ്ട്. തുടങ്ങി ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി, രാത്രി ഒരു 9 മണിയോടുകൂടി ആലപ്പുഴ വീട്ടിലെത്തിച്ചേരാം എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. കാരണം ശരി, അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. മന്ത്രിമാരടക്കം ഈ വിലാപയാത്രയെ VS-നെ അനുഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്ര ഉമ്മൻചാണ്ടിയുടേതാണ്. അതിന് സമാനമായ ഒരു യാത്രയപ്പ് തന്നെയായിരിക്കും കേരളം, രാഷ്ട്രീയ കേരളം, സാമൂഹിക കേരളം ഒരുപക്ഷെ VS-നും നൽകാൻ പോകുന്നത്. ആ നിലക്ക് 19ഓളം കേന്ദ്രങ്ങളിൽ നിർത്തിക്കൊണ്ട് ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള യാത്രയാണ്. സ്വാഭാവികമായും തലസ്ഥാനത്തോട് VS യാത്ര പറയുമ്പോൾ അത് VS-നെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികമായൊരു സന്ദർഭമാണ്. കാരണം VS അച്യുതാനന്ദൻ 3 തവണ പ്രതിപക്ഷ നേതാവായും 1 തവണ മുഖ്യമന്ത്രിയായും തലസ്ഥാനത്ത് നിലയുറപ്പിച്ച ഇന്നലെകളാണ് രാഷ്ട്രീയ കേരളത്തിന് കഴിഞ്ഞുപോയത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാവാത്ത അധ്യായങ്ങളായിരുന്നു അവയെല്ലാം. അതുകൊണ്ട് VS അവസാനമായി തിരുവനന്തപുരത്തോട് വിട പറയുന്നു എന്ന കാര്യം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായൊരു തലവും സന്ദർഭവുമാണ്. അപ്പോൾ ഇന്നലത്തെ പൊതുദർശനം കഴിഞ്ഞ് ഇന്നിപ്പോൾ ദർബാർ ഹാളിലെ പൊതുദർശനമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പരമാവധി ആളുകൾക്ക്, ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം VS-ന് ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിക്കാണും. ഇനി ജന്മനാട്ടിലേക്കുള്ള യാത്രയാണ്. VS-നെ VS ആക്കിയ, VS-ന് ഉയര് നൽകിയ, VS-നെ പരുവപ്പെടുത്തിയ പുന്നപ്രവയലാറിൻ്റെ മണ്ണിലേക്ക് VS മടങ്ങുകയാണ്. ആ യാത്ര തുടങ്ങാനിരിക്കുന്നു. സൈഫ് സൈനുലാബ്ദീനുണ്ട്. സൈഫ്, ഇപ്പോൾ കാറുകളൊക്കെ അനങ്ങി തുടങ്ങുന്നത് കാണുന്നു. മൃതദേഹം ഇനി ആ വാഹനത്തിലേക്ക് മാറ്റേണ്ട ഒരു സമയമേ ബാക്കിയുള്ളൂ. എന്താണ് ഈ ഒരു വൈകുന്നതിൻ്റെ കാരണം? എന്താണ്? മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അല്പസമയത്തിനകം തന്നെ മാറ്റും. അവിടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറ്റി ആസാദ് ഗേറ്റ് വഴിയാണ് ആ മൃതദേഹം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ദൃശ്യങ്ങൾ, അത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള MG റോഡാണ്. ഈ റോഡ് വഴിയാണ് VS അച്യുതാനന്ദൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് നിയമസഭ വഴി അവിടുന്ന് ചുറ്റി പട്ടം, PMG, അങ്ങനെ PMG, പട്ടം, കേശവസൂരം, ശ്രീകാര്യം, കഴക്കൂട്ടം അങ്ങനെ കയറി പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളും എങ്ങനെ വേണം, എവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടി VS-നെ വണ്ടി നിർത്തി കൊടുക്കണം തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ VS-ന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, KSRTC ബസ്സിലുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. VS-നെ കാണാൻ വേണ്ടി രാവിലെ മുതൽ അണമുറിയാത്ത ഒരു ജനപ്രവാഹം നമ്മൾ കണ്ടു. 8:45 തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 1:45 വരെ, ഏതാണ്ട് 4.5 മണിക്കൂറോളം സമയം VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി ജനങ്ങൾ ക്യൂ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിലും ആസാദ് ഗേറ്റിലൂടെയും ആയിരക്കണക്കിന് ജനങ്ങളാണ് VS-നെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിച്ചേർന്നത്. അത് ഇങ്ങനെ പ്രായവ്യത്യാസമില്ലാത്ത ആൾക്കാർ ഇന്നലെ AKG സെൻറ്ററിൽ എങ്ങനെയാണോ കണ്ടത്, അതേപോലെ തന്നെ ദർബാർ ഹാളിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്, നമ്മൾ കണ്ടത്. VS-ൻ്റെ മൃതദേഹം ഇപ്പോൾ ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ്. വിലാപയാത്ര തുടങ്ങുന്നു. വിലാപയാത്രയിലെ വാഹനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളുണ്ട്.
ഇൻകിലാബ് വിളികൾ മുഴങ്ങുന്നു. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ എന്ന വിളികൾ ഉയരുന്നു. ആകാശത്തേക്ക് മുഷ്ടികൾ ഉയരുന്നു. തലസ്ഥാനത്തോട് വിട പറയുകയാണ് VS അച്യുതാനന്ദൻ. രാവിലെ 8:45 തുടങ്ങിയതാണ് ദർബാർ ഹാളിലെ സെക്രട്ടേറിയറ്റിലെ പൊതുദർശനം. ആയിരക്കണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തി VS അന്തിമോപചാരം അർപ്പിച്ചത്. ഇനി തലസ്ഥാനത്തോട് വിട പറഞ്ഞ് ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ്. Excellent!